ഇൻസ്റ്റഗ്രാമിൽ മുട്ട പുഴുങ്ങുന്ന എയർ ഫ്രയറിൽ മുട്ട പുഴുങ്ങുന്ന ഒരു വീഡിയോ കണ്ടായിരുന്നോ? ഭയങ്കര വൈറലാണല്ലോ. നിങ്ങൾ കണ്ടോ? ഞാൻ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ദിവസേന 3 മുട്ട കഴിക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് ഞാൻ എയർ ഫ്രയറിൽ ഒന്ന് പുഴുങ്ങിയെടുത്താലോ എന്ന്. 120 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ്. ഞാൻ വിശ്വസിക്കില്ല. ഞാൻ വിചാരിച്ചത് എഗ്ഗിൻ്റെ ഷെല്ല് പൊട്ടിപ്പോവും, അത് അവിടെ ആകെ ഒലിച്ചു പോവും, വൃത്തികേടാവും എന്നൊക്കെയാണ്. പക്ഷേ അല്ല, 120 ഡിഗ്രിയിൽ 15 മിനിറ്റ്സ് എയർ ഫ്രയറിൽ വെച്ചിട്ട് ഇതേപോലെ ബോയിൽ ചെയ്തെടുത്തേക്കു. വളരെ പെർഫെക്റ്റാണ്. എടുത്തതിന് ശേഷം തണുത്ത വെള്ളത്തിലിട്ട് വയ്ക്കുക, ചൂടാറിയതിന് ശേഷം പൊളിച്ചെടുക്കുക. സിമ്പിൾ, ഈസി. നമുക്ക് വെച്ചിട്ട് കുളിക്കാനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും മുട്ട കറക്റ്റായിട്ട് പുഴുങ്ങി കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് വളരെ സക്സസ്ഫുള്ളാണ് കേട്ടോ, അടിപൊളിയാണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ അതോടൊപ്പം ഒരു കാര്യം കൂടി, ഞാൻ ഈ അടുത്ത കാലത്ത് വാങ്ങിച്ച കുറച്ച് കണ്ടെയ്നേഴ്സാണ് വാങ്ങിച്ചിട്ട് നല്ല ലാഭം, നല്ല അടിപൊളി കണ്ടെയ്നേഴ്സ്. അപ്പോൾ വലിയ കണ്ടെയ്നേഴ്സ് നമുക്ക് ഈ മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് വലിയ കണ്ടെയ്നേഴ്സ് 6 വാങ്ങിച്ചിട്ടുണ്ട്. അത് പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ്. പിന്നെ സോൾട്ടൊക്കെ ഇട്ട് വെക്കാൻ, ബേക്കിംഗ് സോഡയൊക്കെ ഇട്ട് വെക്കാൻ ചെറിയ കണ്ടെയ്നേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പം ചെറിയ മസാലകളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അത് ഗ്ലാസിൻ്റെ കണ്ടെയ്നേഴ്സാണ്. അത് 6 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ എനിക്കൊരു 500 റുപ്പീസിൽ രണ്ടും കൂടിയിട്ട് 6 കൂടിയിട്ട് ഒരു 500 റുപ്പീസിൽ കിട്ടി. അപ്പം ഞാനതവിടെ മീതെ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് റൈറ്റ് സൈഡിൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിച്ചോളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു, ലവ് യു, ബൈ.